ഹലോ, ഗുഡ് മോർണിംഗ്. പ്രോബ്ലം ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു പുതിയ സെക്ഷൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. സെക്ഷൻ 4.7 റോ സ്പേസ്, കോളം സ്പേസ് ആൻഡ് നൾ സ്പേസ്. ഇപ്പോൾ തീർച്ചയായിട്ടും റോ, കോളം എന്നൊക്കെ പറയുമ്പോൾ ഇത് മെട്രിക്സ് ആയിട്ട് കണക്റ്റഡ് ആണ്. കൂടാതെ ഇത് കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ റോ വെക്റ്റർ സ്പേസ് എന്നാണ്, കോളം വെക്റ്റർ സ്പേസ്. അപ്പോൾ നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത് മൂന്ന് വെക്റ്റർ സ്പേസ് അല്ലെങ്കിൽ മൂന്ന് സബ് സ്പേസസിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അതുകൊണ്ട് തന്നെ നമ്മൾ പഠിച്ചു കഴിഞ്ഞ കാര്യങ്ങൾ മാത്രമേ ഇവിടെയുള്ളൂ. ഞാൻ പറഞ്ഞല്ലോ, പ്രോബ്ലം ഓറിയൻറ്റഡ് ആയിട്ടുള്ള സെക്ഷനാണ്. നമ്മൾ നേരത്തെ പഠിച്ച റോ റിഡക്ഷനല്ലേ, അത് പഠിച്ചു കഴിഞ്ഞാൽ ഏതൊരാൾക്കും ചെയ്യാൻ പറ്റുന്ന പ്രോബ്ലംസ് ഇതിലേ ഉള്ളൂ. ഇമ്പോർട്ടൻ്റ് ആണ്, പക്ഷെ വളരെ എളുപ്പമുള്ള കാര്യമാണ്. നമുക്ക് ഡെഫിനിഷനിലേക്ക് പോവാം. ഡെഫിനിഷന് മൂന്ന് വെക്റ്റർ സ്പേസിനെ കുറിച്ചാണ് പറയേണ്ടത്: റോ സ്പേസ്, കോളം സ്പേസ് ആൻഡ് നൾ സ്പേസ്. നിങ്ങളൊരു മെട്രിക്സ് കൺസിഡർ ചെയ്യുക. മെട്രിക്സിൻ്റെ ആദ്യം റോ സ്പേസ് പറയാൻ വേണ്ടിയിട്ട് നിങ്ങൾ ആ മെട്രിക്സിൻ്റെ റോസ് കൺസിഡർ ചെയ്യുക. റോസ്, ഫോർ എക്സാമ്പിൾ യു കൺസിഡർ ദിസ് മെട്രിക്സ്. ഈ മെട്രിക്സ് കൺസിഡർ ചെയ്യുക. ഈ മെട്രിക്സിൽ നമ്പർ ഓഫ് റോസ് 1, 2, 3, 4 ആണ്. സോ 4 റോസ് ആൻഡ് number of columns 1, 2, 3, 4, 5, 6. number of columns 6 ആണ്. so it is a 4/6 matrix ആണ്. അപ്പോൾ നിങ്ങൾ ഈ മെട്രിക്സിലെ റോസ് കൺസിഡർ ചെയ്യാം. ഫസ്റ്റ് റോ എടുത്ത്, ഫസ്റ്റ് റോ ഒരു 6 ടപ്പിൾ അല്ലേ, സെക്കൻഡ് റോ ഒരു 6 ടപ്പിൾ അല്ലേ. അപ്പോൾ ഓരോ റോയും എന്തായിരിക്കും? ഒരു 6 ടപ്പിൾ ഓഫ് റിയൽ നമ്പേഴ്സ് ആയിരിക്കും. എവിടെയാണ് 6 ടപ്പിൾ ഓഫ് റിയൽ നമ്പേഴ്സ് ഉണ്ടാവുക? R6-ലല്ലേ. അപ്പോൾ നിങ്ങൾ റോസ് 4 റോസ് അല്ലേ ഉള്ളത്. നിങ്ങൾ ഈ മെട്രിക്സിൻ്റെ റോസ് മാത്രം ഒരു സെറ്റായിട്ട് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ സെറ്റ് ഫസ്റ്റ് റോ എന്താണ്? ഒരു 6 ടപ്പിളാണ്, എന്താണ് R6-ലൊരു വെക്ടറാണ്. കോമ സെക്കൻഡ് റോ വീണ്ടും ഒരു 6 ടപ്പിൾ ആയിരിക്കും. 6 ടപ്പിൾ ഓഫ് റിയൽ നമ്പേഴ്സ് ആണ്, എന്താണ് R6-ലെ മെമ്പേഴ്സാണ്. അപ്പോൾ നിങ്ങൾക്ക് R6-ലെ 4 മെമ്പേഴ്സ് ഉള്ള ഒരു സെറ്റാണ് കിട്ടുക. ഓർ യു വിൽ ഗെറ്റ് എ സബ്സെറ്റ് ഓഫ് R6. ശരിയല്ലേ? അതിൽ ഫസ്റ്റ് വെക്ടർ ഇതായിരിക്കും, സെക്കൻഡ് വെക്ടർ ഇതായിരിക്കും. ഇനി നിങ്ങൾ ആ റോസിൻ്റെ ഇപ്പം 4 റോസ് കിട്ടിയില്ലേ, 4 വെക്ടേഴ്സ് കിട്ടിയില്ലേ R6-ലെ, ആ 4 വെക്ടേഴ്സിൻ്റെ സ്പാനിങ് സെറ്റ് എടുക്കുക. എന്തായിരുന്നു സ്പാനിങ് സെറ്റ്? വെക്ടേഴ്സ് V1, V2, V3, V4 ആണെങ്കിൽ എങ്ങനെയാണ് അതിൻ്റെ സ്പാനിങ് സെറ്റ് കാണുക? യു കൺസിഡർ ഓൾ സെറ്റ് ഓഫ് ഓൾ ലീനിയർ കോമ്പിനേഷൻസ്. You consider the set of all linear combinations of V1, V2, V3, V4. എന്നാൽ C1, V1 plus C2, V2 plus C3, V3 plus C4, V4 കാണാം. C1, C2, C3, C4 നിങ്ങൾക്ക് ഇഷ്ടമുള്ള റിയൽ നമ്പേഴ്സ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എല്ലാ റിയൽ നമ്പേഴ്സ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് 6 ടപ്പിൾസ് കിട്ടില്ലേ, അത് ആരുടെ സബ്സെറ്റ് ആയിരിക്കും? അത് R6-ൻ്റെ സബ്സെറ്റ് ആയിരിക്കും. കൂടാതെ ഒരു സബ് സ്പേസ് കൂടി ആയിരിക്കും. ആൻഡ് ദാറ്റ് വെക്റ്റർ സ്പേസ് ഈസ് നോൺ ആസ് ദ റോ സ്പേസ്. മനസ്സിലായോ? അപ്പോൾ ഡെഫിനിഷൻ എത്ര മാത്രമേ പറയാനുള്ളൂ. റോ സ്പേസ് ഓഫ് എ മെട്രിക്സ് ഈസ് ദ വെക്റ്റർ സ്പേസ് സ്പാൻഡ് ബൈ ദ റോസ് ഓഫ് ദാറ്റ് മെട്രിക്സ്. എന്തായിരിക്കും കോളം സ്പേസ്? കോളം സ്പേസ് ഓഫ് എ മെട്രിക്സ് ഈസ് ദ വെക്റ്റർ സ്പേസ് ഓർ സബ് സ്പേസ്, വെക്റ്റർ സ്പേസ് സ്പാൻഡ് ബൈ ദ കോളംസ് ഓഫ് എ മെട്രിക്സ്. ക്ലിയർ? നൾ സ്പേസ് എന്തായിരിക്കും? നൾ സ്പേസ് നമ്മൾ മുമ്പ് സൊല്യൂഷൻ സ്പേസ് പഠിച്ചില്ലേ. അപ്പോൾ ഇത് എ എന്നുള്ളൊരു മെട്രിക്സാണ്. നിങ്ങൾ AX = 0 എന്നുള്ള ഇക്വേഷൻ സോൾവ് ചെയ്യുക. AX = 0. നമുക്കൊരു കുറേ സൊല്യൂഷൻസ് കിട്ടില്ലേ. ആ സൊല്യൂഷൻസിൻ്റെ വെക്റ്റർ സ്പേസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതിനെ വിളിക്കുന്ന പേര് സൊല്യൂഷൻ സ്പേസ് എന്നാണ്. സൊല്യൂഷൻ സ്പേസിൻ്റെ മറ്റൊരു പേരെന്താണ്? നൾ സ്പേസുമാണ്. അപ്പോൾ ഡെഫിനിഷനായി അല്ലേ. എന്താ റോ സ്പേസ് എന്നൂടെ പറയാം. എന്തായിരുന്നു റോ സ്പേസ്? റോ സ്പേസ് ഓഫ് എ മെട്രിക്സ് ഈസ് ദ വെക്റ്റർ സ്പേസ് സ്പാൻഡ് ബൈ ദ റോസ് ഓഫ് ദാറ്റ് മെട്രിക്സ്. ഈ ഒരു എക്സാമ്പിളിൻ്റെ കേസിൽ ഫസ്റ്റ് റോ, സെക്കൻഡ് റോ, തേർഡ് റോ, ഫോർത്ത് റോ അതെല്ലാം R6-ലെ വെക്ടേഴ്സാണ്. ശരിയല്ലേ? അപ്പോൾ R6-ലെ 4 വെക്ടേഴ്സാണ് കിട്ടുക. നിങ്ങൾ ആ ഓരോ വെക്ടറിൻ്റെ ആ 4 വെക്ടേഴ്സിൻ്റെയും സെറ്റ് ഓഫ് ഓൾ ലീനിയർ കോമ്പിനേഷൻസ് എടുക്കുക. C1, V1 plus C2, V2 plus C3, V3 plus C4, V4 അല്ലേ. അതിൽ ഇൻഫിനിറ്റ്ലി മെനി റിയൽ നമ്പേഴ്സ് ഉണ്ടാവും, 6 ടപ്പിൾസ് ഉണ്ടാവും. അത് R6-ൻ്റെ ഒരു സബ് സ്പേസ് ആയിട്ട് മാറും. ആൻഡ് ദാറ്റ് സബ് സ്പേസ് ഈസ് നോൺ ആസ് ദ റോ സ്പേസ് ഓഫ് ദാറ്റ് മെട്രിക്സ്.
കോളം സ്പേസ് നോക്കുകയാണെങ്കിലോ നിങ്ങളിത് ഫസ്റ്റ് കോളം എടുത്തേ. ഫസ്റ്റ് കോളം നിങ്ങൾ എടുക്കുകയാണെങ്കിൽ നമുക്കൊരു 4 tuple കിട്ടാം. 1 2 2 -1 കോമ സെക്കൻഡ് -3 -6 -6 3 4 tuples കിട്ടാം. അപ്പൊ നിങ്ങൾക്ക് R4 എത്ര 6 വെക്ടേഴ്സ് കിട്ടും. ആ 6 വെക്ടേഴ്സിന്റെയും സെറ്റ് ഓഫ് ഓൾ ലീനിയർ കോമ്പിനേഷൻസ് എടുക്കാം. ആൻഡ് ദാറ്റ് set of all linear combinations will be a subspace of R4 which is known as the column space of the matrix. Clear? Problem ചെയ്യാൻ ഇതിൽ ചോദിക്കാവുന്ന ചോദ്യം റോ സ്പേസും കോളം സ്പേസും നൾ സ്പേസും ഒക്കെ ആണെന്നുള്ള. അതിന് നമ്മളെ ടെക്നിക്ക് എന്താണ്? നമ്മുടെ പഴയ റോ റിഡക്ഷൻ തന്നെയാണ്. ക്ലിയർ? നമ്മൾ ഡെഫിനിഷൻ ചോദിക്കുകയാണെങ്കിൽ എന്താ പറയുക? നമ്മൾ ഡെഫിനിഷൻ ചോദിക്കുകയാണെങ്കിൽ ഇങ്ങനെ എഴുതാം നമുക്ക്. Let A be an m by n matrix. Let A be an n by n matrix. അപ്പോൾ നോക്കൂ, നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്ന മെട്രിക്സ് 4/6 അല്ലേ? അതിന് പകരം ഞാൻ എടുക്കുന്നത് m by n മെട്രിക്സ് ആണ്. ഇതിലെ റോസ് എടുക്കുക. m by n മെട്രിക്സിന്റെ റോസ് എടുക്കുക. ആ റോസ് ആരുടെ ഇവിടുത്തെ വെക്ടേഴ്സ് ആയിരിക്കും? Rnലെ വെക്ടേഴ്സ് ആയിരിക്കും. ഇവിടെ 4/6 എടുത്തപ്പോൾ നമുക്ക് R6ലെ വെക്ടേഴ്സ് അല്ലേ എടുത്തത്? അതുപോലെ നമ്മൾ m by n എടുക്കുകയാണെങ്കിൽ അത് Rnലെ വെക്ടേഴ്സ് ആയിരിക്കും. ക്ലിയർ? സോ ദ സബ്സ്പേസ് ഓഫ് Rn സ്പാൻഡ് ബൈ ദ റോസ് ഓഫ് എ മെട്രിക്സ് ഈസ് നോൺ ആസ് ദ റോ സ്പേസ്. കോളംസ് നോക്കുകയാണെങ്കിലോ കോളംസ് വിൽ ബി വെക്ടേഴ്സ് ഇൻ Rm. സോ ദ സബ്സ്പേസ് ഓഫ് Rm സ്പാൻഡ് ബൈ ദ കോളംസ് ഓഫ് എ മെട്രിക്സ് ഈസ് നോൺ ആസ് ദ കോളം സ്പേസ്. ആൻഡ് ഫൈനലി the solution space of the homogeneous system Ax is equal to 0 is known as the null space. Okay. ഇനി എങ്ങനെ പ്രോബ്ലം ചെയ്യാം? നമുക്കൊരു ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ ക്വസ്റ്റ്യൻ ഇതാണ്. ഫൈൻഡ് എ ബേസിസ് ഫോർ, ഇങ്ങനെയാണ് ചോദിക്കാം, ഫൈൻഡ് എ ബേസിസ് ഫോർ ദ റോ സ്പേസ് ആൻഡ് കോളം സ്പേസ് ഓഫ് ദ മെട്രിക്സ്. രണ്ട് ക്വസ്റ്റ്യൻസും ഈ ഒറ്റ ക്വസ്റ്റ്യനിൽ ഡിസ്കസ് ചെയ്യാണ്. അതിനുശേഷം നമുക്ക് നൾ സ്പേസ് മാത്രമേ ഉണ്ടാവുള്ളൂ. ഫൈൻഡ് എ ബേസിസ് ഫോർ ദ റോ സ്പേസ് ഓഫ് ദ കോളം, റോ സ്പേസ് ആൻഡ് കോളം സ്പേസ് ഓഫ് ദിസ് മെട്രിക്സ്. ചെയ്യേണ്ടത് റോ റിഡക്ഷൻ നടത്തുക, എക്കലോൺ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യുക. ഇവിടെ നിങ്ങൾ 0 ആക്കണം. അപ്പോൾ ഇവിടെ 1 ആക്കി, താഴേക്കെല്ലാം 0 ആക്കി. ഇനി ഇവിടേക്ക് വരാം, ഇവിടെയാണ് 1 ഉള്ളത്, അപ്പോൾ താഴേക്ക് 0 ആക്കുക. സബ്ട്രാക്ട് ചെയ്യാം. 0 0 0 0. This will be 1 5. ഓക്കെ. ഇനി നമ്മൾ ലീഡിങ് വണ്ണിന് എൻസർക്കിൾ ചെയ്യാം. കഴിഞ്ഞു. ഇനി ഇതിൽ ഈ ലീഡിങ് വൺ മാർക്ക് ചെയ്ത റോസ് സെലക്ട് ചെയ്യുക. ആ റോസ് ഏതൊക്കെയാണ്? ആ റോസ് ഞാൻ പേര് കൊടുക്കുകയാണ് B1. സോ B1 ഈസ് ഈക്വൽ ടു ഫസ്റ്റ് റോ, സെക്കൻഡ് റോ.
second row, and third row this one. One five. Okay. അപ്പോൾ നമുക്ക് ഈ ലീഡിങ് വണ്ണുള്ള സീറോസ് എല്ലാം ഞാൻ റോസ് എല്ലാം ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ട്. ദോസ് റോസ് വിൽ ഫോം എ ബേസിസ് ഫോർ ദ റോ സ്പേസ്. ഇത്ര വർക്ക് മാത്രമേ ഉള്ളൂ. എലിമെൻ്ററി ഓപ്പറേഷൻസ് നടക്കുക, റോ ഓപ്പറേഷൻസ് നടത്തുക, അതിൽ ഈ ലീഡിങ് വണ്ണുള്ള റോസിന് മാത്രം നിങ്ങൾ സെലക്ട് ചെയ്യുക. ദോസ് റോസ് ഇതാണ് കേട്ടോ, ഇതിലെ റോസ് അല്ല, ഇവിടുത്തെ റോസ്. ദോസ് റോസ് വിൽ ഫോം എ ബേസിസ് ഫോർ ദ റോ സ്പേസ് ഓഫ് ദ മെട്രിക്സ്. ഇനി എന്താ വേണ്ടത്? ഫൈൻഡ് എ ബേസിസ് ഫോർ ദ കോളം സ്പേസ്. കോളം സ്പേസിന് ഇതേ വർക്ക് തന്നെയാണ്, വേറെ മെട്രിക്സും വേണ്ട, ഇതേ വർക്ക് തന്നെ. പക്ഷെ സെലക്ഷനിൽ ഒരു മാറ്റമുണ്ട്. നമുക്ക് സ്വാഭാവികം തോന്നുക, നേരത്തെ റോ ആയപ്പോൾ നമ്മൾ ഈ ലീഡിങ് വണ്ണുള്ള റോസ് അല്ലേ സെലക്ട് ചെയ്തത്, അതുപോലെ തിരിച്ച് കോളം സ്പേസിൻ്റെ കാണാൻ ലീഡിങ് വണ്ണുള്ള കോളം സെലക്ട് ചെയ്യാൻ നമുക്ക് തോന്നും. പക്ഷെ അങ്ങനെയല്ല. നിങ്ങൾ ഈ കോളം സെലക്ട് ചെയ്തതിന് ശേഷം അതിന് കറസ്പോണ്ടിങ് ആയുള്ള കോളം എടുക്കേണ്ടത് എവിടെ നിന്നാണ്? ഒറിജിനൽ മെട്രിക്സ് എടുക്കേണ്ടത്, ഇവിടെ നിന്നല്ല. കാരണം നമുക്ക് റിസൾട്ട് ഉണ്ട്, എലമെൻ്ററി ഓപ്പറേഷൻസ് വിൽ നോട്ട് ചേഞ്ച് ദ റോ സ്പേസ്. അതുപോലെ നൾ സ്പേസിനെ എഫക്റ്റ് ചെയ്യില്ല എലമെൻ്ററി ഓപ്പറേഷൻസ്. പക്ഷേ ആരെ മാറ്റും? കോളം സ്പേസിൻ്റെ മാറ്റും. അപ്പോൾ നിങ്ങൾ ഇവിടെ നിന്ന് എലമെൻറ്റ്സ് സെലക്ട് ചെയ്യാൻ പാടില്ല, ഇവിടേക്ക് പോവാം. അപ്പോൾ എലമെൻറ്റ് നമുക്ക് എടുക്കാം. സോ B2 ഈസ് ഈക്വൽ ടു ഈ പിവോട്ടൽ എലമെൻ്റ് ഉള്ള അല്ലെങ്കിൽ ലീഡിങ് വണ്ണുള്ള എൻസർക്കിൾ ചെയ്ത വണ്ണുള്ള കോളത്തിന് കറസ്പോണ്ടിങ് ആയുള്ള കോളപ്പടി എടുക്കുക. അപ്പോൾ ഇതിവിടെ ഏത് വരിക? C1 C3 കോളംസ്. C1 ഫസ്റ്റ് കോളം, തേർഡ് കോളം, ഫിഫ്ത്ത് കോളം. അത് ഇവിടെ നിന്ന് സെലക്ട് ചെയ്യാം. സോ ഫസ്റ്റ് കോളം ആരാണ്? 1 2 2 -1 ഫസ്റ്റ് കോളം. തേർഡ് കോളം 4 9 9 -4. പിന്നെ വരുന്നത് ഫിഫ്ത്ത് കോളമാണ്. 5 8 9 -5. This B2 will form a basis for the column space. ഇത്രയും വർക്കുള്ളൂ കേട്ടോ. നിങ്ങൾ എലമെൻ്ററി ഓപ്പറേഷൻസ് നടത്തുക. ഫസ്റ്റ് നോൺ സീറോ, ഫസ്റ്റ് വണ്ണിനെ, ഓരോ റോയിലും ഫസ്റ്റ് വണ്ണിനെ നിങ്ങൾ എൻസർക്കിൾ ചെയ്യുക. ആ വണ്ണ് വരുന്ന റോസ് ആയിരിക്കും റോ സ്പേസിൻ്റെ ബേസിസ്. അതുപോലെ ഈ വണ്ണ് വരുന്നതിന് കറസ്പോണ്ടിങ് ആയുള്ള ഒറിജിനൽ കോളം സെലക്ട് ചെയ്യുക. ആൻഡ് ദോസ് കോളംസ് വിൽ ബി എ ബേസിസ് ഫോർ ദ കോളം സ്പേസ് ഓൾസോ. ഓക്കെ. അതിൻ്റെ കൂടെ ചോദിക്കട്ടെ, ഇവിടെ റോ സ്പേസിൻ്റെ ഡയമെൻഷൻ എത്രയാണ്? ബേസിസിലെ നമ്പർ ഓഫ് എലമെൻറ്റ്സ് അല്ലേ ഡയമെൻഷൻ. സോ റോ സ്പേസിൻ്റെ ഡയമെൻഷൻ 3 ആണ്. കോളം സ്പേസിൻ്റെ ഇത് രണ്ടും എപ്പോഴും ഈക്വൽ ആയിരിക്കും. റോ സ്പേസ് റാങ്ക് ഓഫ് ഡയമെൻഷൻ ഓഫ് റോ സ്പേസും ഡയമെൻഷൻ ഓഫ് കോളം സ്പേസും എല്ലാം എപ്പോഴും ഈക്വൽ ആയിരിക്കും. ഇവിടെ 3 ആണ്, ഇവിടെ തന്നെയാണ് 3 ആണ്.